ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഒരു ഹോം ടൂർ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മുതൽ തീരുമാനിച്ചതായിരുന്നു ഒരു ദിവസം ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാനിപ്പോൾ കയറി വന്നത് ഒരു സൈഡിലെ ഭാഗം കേട്ടോ. ഇതൊരു എൽ ഷേപ്പ് മോഡലാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു വഴിയുണ്ട്, സൈഡിലൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുറ്റം കേട്ടോ. അപ്പോൾ മുറ്റം പണി കുറച്ചും കൂടി ബാക്കിയുണ്ട്. മതിൽ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പെയിൻ്റ് അടിക്കാനുണ്ട്. വൈറ്റ് വാഷ് മാത്രമാണ് ചെയ്തിരുന്നത്. അതൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. പക്ഷേ മുറ്റം ഒന്ന് സെറ്റാവാണ്ട് കേട്ടോ. മണ്ണ് കുറച്ച് ലെവലാക്കിയതൊക്കെ ഒന്ന് സെറ്റാവാണ്ട്. അപ്പോൾ പെയിൻറ്റും പണിയും കുറച്ച് മുറ്റം പണിയൊക്കെ ഇനി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിലെ ഭാഗം. അപ്പോൾ ഈ ഗേറ്റിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ കയറുന്നത്, ഈ ഗേറ്റിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ സൈഡിലെ ഗേറ്റിൽ കൂടിയാണ് ഞങ്ങൾ നടന്ന് പോവാറ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് ഞങ്ങൾ ബേബി മെറ്റലാണ് കേട്ടോ പെട്ടിരിക്കുന്നത്. മുറ്റമൊക്കെ ഒന്ന് സെറ്റാവാണ്ട്, മണ്ണൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മഴ പെയ്തൊന്ന് സെറ്റായിട്ടുള്ളൂ. ഇൻ്റർലോക്ക് പോലുള്ളതൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ കിണറുണ്ട് കേട്ടോ. അപ്പോൾ കിണർ നമ്മൾ കല്ലുകൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലും പെയിൻ്റൊന്നും കൊടുത്തിട്ടില്ല. ഒക്കെ മഴ കാരണം അന്ന് ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ സിറ്റ് ഔട്ട്. നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സിറ്റ് ഔട്ടൊക്കെയാണ്. സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പാണ് കേട്ടോ. എൽ ഷേപ്പ് മോഡലാണ് സിറ്റ് ഔട്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു വുഡ് ടീമാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിൽ വുഡ് ടീമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ബെഞ്ച് ഉണ്ട് കേട്ടോ. ആ ബെഞ്ച് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് തന്നെയാണ്. ഈ വീട്ടിലെ വാതിലും ജനാലയും അധികം ഫർണിച്ചറും ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. മരം വെച്ചിട്ട് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പുണ്ടാവും കേട്ടോ ഇവിടുത്തെ ഫർണിച്ചർക്ക്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു വീട്ടിൽ സിറ്റ് ഔട്ട് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ മുറ്റവും സിറ്റ് ഔട്ടൊക്കെ ഒരു വീട്ടിൽ അത്യാവശ്യമാണ് കേട്ടോ. ഇതാണ് മെയിൻ ഡോറ്. ഇപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള മെയിൻ ഡോറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ആശാരിയെ വെച്ച് പറഞ്ഞുണ്ടാക്കിയ ഡോറ് തന്നെയാണ്. ജനാലി നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആശാരിയെ വെച്ച് നമ്മൾ പറഞ്ഞെടുത്ത മോഡലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടുത്തെ ജനലും വാതിലൊക്കെ. അപ്പം അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ വാതിൽ തുറന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്നത് കബോർഡും ടി വി യൂണിറ്റുമാണ് കേട്ടോ. അപ്പോൾ കബോർഡും ടി വി യൂണിറ്റും ഒന്നിച്ചാണ് കേട്ടോ, ഒരു വാളിൽ ഒന്നിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. കബോർഡും ടി വി യൂണിറ്റും മൾട്ടിവുഡിലാണ് കേട്ടോ. മൾട്ടിവുഡിലാണ്. വൈറ്റും വുഡും ടീം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് സെറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ വുഡിൻ്റെ സെറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സെറ്റി ഉണ്ട്. അവിടെ മുകളിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിങ്ങിൽ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാനുണ്ട്. ഫാനും ജിപ്സും എല്ലാം വുഡ് ആൻഡ് വൈറ്റ് ടീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ചെറിയൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ ഒരു TV യൂണിറ്റും കബോർഡും ഒരു സെറ്റിയും ഇടാനുള്ളൊരു ചെറിയൊരു ലിവിങ് ഏരിയ കേട്ടോ. ലിവിങ് ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഇടയിലായിട്ട് ഒരു ആർച്ച് വരുന്നുണ്ട് കേട്ടോ. ആ ആർച്ചിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞെടുത്ത മോഡലിലാണ് കേട്ടോ അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മൾട്ടി വുഡിൽ തന്നെയാണ്, വുഡ് ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ ലിവിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ആർച്ചാണിത്. അപ്പോൾ 2 സൈഡിലായിട്ട് ബോക്സുകളുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇതാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഈ ടേബിളും ചെയറൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മരം വാങ്ങി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആശാരിയെ കൊണ്ട് നിർമ്മിച്ച ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വാങ്ങണത് നമുക്ക് അത്ര വിശ്വാസമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മരമൊക്കെ വാങ്ങി നമ്മളത് ആശാരിയെ കൊണ്ട് നിർമ്മിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാളിൽ വരുന്നത് ഒരു ഷോക്കേസും അതിൻ്റെ ഇപ്പുറത്തായിട്ട് സ്റ്റഡി ടേബിൾ പോലെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വാഷ് ബേസാണ് കേട്ടോ. അപ്പോൾ വാഷ് ബേസും വരുന്നുണ്ട്. അപ്പോൾ ഷോക്കേസ് വന്നിട്ടുള്ളത് മൾട്ടി വുഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഷോക്കേസ്. അപ്പോൾ മൾട്ടി വുഡിൽ തന്നെയാണ്. അപ്പോൾ ഗ്ലാസ്സാണ് കേട്ടോ, ഡോറ് ഗ്ലാസ്സാണ്. അപ്പോൾ വൈറ്റും വുഡും തീം തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നോക്കിയാൽ നമുക്കൊരു വൈറ്റും വുഡ് ആൻഡ് തീം കാണാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വുഡ് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ്റെ വാൾ വന്നിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ്. പിന്നെ ഒരു ഗോൾഡൻ ടച്ചുള്ളൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ബേസും നമ്മൾ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോണൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുകളിലായിട്ട് നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാനോ സ്റ്റെയർ കേസിൻ്റെ താഴെ നമ്മൾ മൾട്ടി വുഡിൽ ഡെക്കറേറ്റീവായിട്ട് ഒരു ഡോറും പിന്നെ ഒരു ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോറ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇൻവേർട്ടർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ സ്റ്റെയർ വന്നിട്ട് നമ്മൾ ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റീലും ഗ്ലാസും വുഡൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കേസ് ഒരു ഗ്ലാസ് ടച്ച് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലായിട്ട് അടുക്കളയ്ക്കുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അതും ഗ്ലാസ്സാണ് കേട്ടോ. ഡോറ് പകുതി ഗ്ലാസും വുഡുമാണ് അടുക്കളയ്ക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മളെ റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂം ഈ സൈഡ് സ്റ്റെയറിൻ്റെ തൊട്ടായിട്ടാണ് ഒരു റൂം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളൊരു റൂം കേട്ടോ. താഴെ 2 റൂമാണ് വന്നിട്ടുള്ളത്. അതിലെ റൂം ഇതാണ്. അപ്പോൾ ഈ കാണുന്ന കട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആശാരിയെ കൊണ്ട് മരം വാങ്ങിച്ച് ആശാരിയെ കൊണ്ട് ഉണ്ടാക്കിച്ച കട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കട്ടിൽ വാങ്ങുന്നതിനേക്കാട്ടും റേറ്റാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി കിട്ടണമെങ്കിൽ. പക്ഷേ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടാണ് മരം വെച്ച് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അവിടെ ഒരു വിൻഡോ ഉണ്ട്, അപ്പോൾ കർട്ടനുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വുഡിലാണ് നമ്മൾ അലമാര കൊടുത്തിട്ടുള്ളത്. ഒരു മിററും ഉണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
begin to I begin to അപ്പോൾ ഹാളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ആ ബാത്റൂമാണിത്. സാധാ ഒരു ബാത്റൂം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധാ ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സെക്കൻഡ് റൂമിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം. ഈ 2 റൂമിൻ്റെ ഇടയിലാണ് കേട്ടോ ആ ബാത്റൂം വരുന്നത്, കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ദാ ഇവിടെ ഒരു കട്ടിലുണ്ട്. അപ്പോൾ കട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ റൂമിലേക്കും കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലായിട്ടൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു AC ഉണ്ട്. മുകളിലായിട്ട് നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫാനുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു അലമാരയും കൊടുത്തിട്ടുണ്ട്. അലമാര 2 റൂമിൽ ഒരേപോലെയാണ് കേട്ടോ. ഒരു വുഡ് ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫാബ്രിക്കേഷനാണ് കേട്ടോ, ഫാബ്രിക്കേഷൻ വർക്കാണ് ഈ അലമാര. ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് ഓരോ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ആ സൈഡിലായിട്ട്. ഇതാണ് ആ ബാത്റൂം. റൂമിലായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ ടൈലൊക്കെ മാറ്റാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അടുക്കള ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിലായിട്ട് നമ്മൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയറുന്നതിൻ്റെ മുകളിലായിട്ട് 3-4 ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നാൽ നമുക്ക് ഡൈനിങ് ഏരിയ കാണാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഡൈനിങ് ഹാള് കാണാം. മുകളിൽ 3 റൂമുകളാണ്. അപ്പോൾ ഇതാണ് ഒരു റൂം. അപ്പോൾ ഈ മുകളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. വീട് കയറ്റിയപ്പോൾ നമ്മളങ്ങനെ എടുത്തിട്ടു എന്ന് മാത്രം. ഇവിടെ കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ബെഡൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കർട്ടനും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബെഡ് വാങ്ങിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു പൊടി പിടിച്ച് കിടക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ റൂമിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ റൂം നല്ല ഹൈറ്റുള്ള റൂമാണ്, നല്ല ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വിൻഡോസിന് മുകളിൽ വിൻഡോസിൻ്റെ പോലെ നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രകാശമാണ് കേട്ടോ. പകലിതിൽ ഈ റൂമിൽ ബൾബ് ഇടേണ്ട ആവശ്യമേ ഇല്ല, രാത്രിക്ക് മാത്രം ഇട്ടാൽ മതി. അത്രയ്ക്ക് വെളിച്ചമാണ് ഈ റൂമിൽ. ഇതാണ് കേട്ടോ 2ാമത്തെ റൂം. ഈ റൂമും കർട്ടനൊക്കെ വിരിച്ചിട്ടുണ്ട്. മുകളിൽ ഞങ്ങൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കാറ്. അപ്പോൾ അടുത്ത റൂം ഇതാ ഇവിടെയാണ്. ഈ റൂമും
ഫസ്റ്റ് റൂമിൻ്റെ മുകളിലെ ഫസ്റ്റ് റൂമില്ലേ അതുപോലെ തന്നെയാണ്. നല്ല ഹൈറ്റുള്ള റൂമാണ്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല പകൽ സമയം. ഇവിടെയും കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കർട്ടൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ ഫ്ലോറും വാളൊക്കെ നമ്മൾ ടൈല് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡിസൈനെല്ലാം അവൾ ചെയ്ത് തരും. അപ്പോൾ വീടിൻ്റെ ഫ്ലോർ വന്നിട്ടുള്ളത് ഗ്രാനൈറ്റാണ് കേട്ടോ, ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇനി പുറത്തായിട്ട് 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ ബാൽക്കണിയിലേക്ക് പോകാൻ 2 ഡോറും ഉണ്ട് കേട്ടോ. നമുക്ക് ഈ റൂമിലൂടെ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം, ഹാളിലൂടെയും പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാൽക്കണി. ഇവിടെ നിന്ന് നമുക്ക് പുറത്തുള്ള എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ നിന്ന് അത് ആസ്വദിക്കാം. എന്ത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണി. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഇതേപോലെ ഒരു ബർഗോള കൊടുത്ത ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് മല ഫുള്ളായിട്ട് കാണാം കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ. അപ്പോൾ പുറത്ത് നമുക്ക് ബാൽക്കണി അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ തന്നെ ആവും അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം, ആസ്വദിക്കുകയൊക്കെ ചെയ്യും. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല വ്യൂ ആണ്. ഞാൻ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ടെറസാണ് കേട്ടോ. ബാക്കിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വിരിച്ചിടണമെന്നില്ല, നമുക്ക് താഴത്ത് സ്ഥലമുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല റബ്ബറിൻ്റെ വീണ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഡൈനിങ് ഹാളിൻ്റെ അപ്പുറത്താണ് കേട്ടോ കിച്ചൺ വന്നിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗ്ലാസിൻ്റെ ഡോറുണ്ട്. പകുതി ഗ്ലാസും പകുതി വുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ. ചെറിയൊരു അടുക്കളയാണ്.
അപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കബോർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കബോർഡിൻ്റെ ഡോർ മുകളിൽ ഗ്ലാസ്സാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. പടിയിലും ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റാക്കുമ്പോൾ ഞങ്ങൾ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. I begin to അപ്പോൾ അടുക്കളയിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. പാത്രങ്ങളും അങ്ങനെ കുറച്ച് സാധനമൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മളെ കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ വെക്കാം. അടുക്കളയിൽ നിന്ന് നേരെ നമുക്ക് ഒരു ഡോറുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വർക്ക് ഏരിയ. ചെറിയൊരു വർക്ക് ഏരിയയാണ്. നമ്മളെ പുകടുപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ താഴെ വിറകിടാനുള്ളൊരു സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, പിന്നെ പാത്രമൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ 3 ഷെൽഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ വിറക് വെക്കുന്നത്, അവിടെ സ്ലൈഡിങ് ഡോർ വെക്കണമൊക്കെ അല്ലെ, നമുക്ക് വിറകൊന്നും പുറത്തേക്ക് പോരാതെ നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് എനിക്കത്. വർക്ക് ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നമ്മൾ കുറച്ച് സ്ഥലം സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പാത്രം കഴിക്കുന്ന സിങ്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് മീൻ കഴുകുക, പാത്രം കഴുകുക, എന്ത് വേണം ചെയ്യട്ടോ. വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് അവിടെ. പിന്നെ അവിടെ ഒരു ടേബിളുണ്ട്, പിന്നെ ഗ്യാസ് വെക്കാനുള്ളൊരു സൗകര്യമുണ്ട്, പിന്നെ അലക്ക് കല്ലുണ്ട്, പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വിരിച്ചിടാനുള്ള അയലകളുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ഒരു സ്പേസ് എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം നമുക്ക് വേസ്റ്റ് ബോക്സൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ വെക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു വിറക് സ്റ്റാൻഡ് ഉണ്ട്. അലക്കാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ ഇവിടെ. പിന്നെ അപ്പുറത്തൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഡ്രസ്സ് അലക്കിടാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വാഷിംഗ് മെഷീനിലും പിന്നെ അലക്ക് കല്ലിലും ഒക്കെ അലക്കിയിട്ട് നമുക്കിവിടെ വിരിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോം ടൂർ വീഡിയോ. ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.